ചെരുപ്പ് അഭിപ്രായത്തിന്റെ ആയിരിക്കും. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ഇവിടെ കയറിയാണ് ഒരു കുഞ്ഞു വഴി കൂടെയാണ് പോണത്. ഇങ്ങനെ പോകുമ്പോ എനിക്കൊരു പേടിയില്ലായ്മ ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് ധൈര്യം സംഭവിച്ച്. സൺഡേ ഒക്കെ ആയിട്ട് എന്താ പരിപാടി? എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കണമെന്നാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോഴാണ് വന്ദന എന്നോട് വിളിച്ചിട്ട് പറയണത്, വാന്ത ചേച്ചി നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയ സ്ഥലമാണ് കുഞ്ഞാലിപ്പാറ. കുഞ്ഞാലിപ്പാറ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൊടകരയിൽ നിന്ന് വെള്ളിക്കുളങ്ങര പോണ റൂട്ടിൽ മറ്റത്തൂർ 3 മുറി ഭാഗത്ത് ചെന്ന് ചോദിച്ചാൽ മതി കുഞ്ഞാലിപ്പാറ എവിടെയാണ്. അപ്പോൾ അവർ വഴി കാണിച്ചു തരും. ഞങ്ങൾ പോയത് ഒരു കുഞ്ഞി വഴി കൂടെയാണ് കേട്ടോ പോയത്. അങ്ങനെ കുഞ്ഞി വഴി കൂടെ സഞ്ചരിച്ച് ഇതിങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടാ. അപ്പോൾ നമുക്കറിയില്ല, അവിടെ ആ ഭാഗത്ത് പാറയൊക്കെ ഉണ്ട്, പക്ഷെ അവിടേക്ക് കടക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വീടുകളിലേക്ക് ഓരോ സ്ലാബുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ സ്ലാബ് ആ വീടിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞി വഴി കൂടെ പോയി ഒരു വീടിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട്. ആ വീടുകളിലേക്കുള്ള വഴിയാണ്. ആ വീടിൻ്റെ ബാക്കിലാണ് നമ്മുടെ പാറയുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ വീടുകൾ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിത് അങ്ങനെ ആ സ്ലാബിൽ കൂടെ പോയി ഞങ്ങളിത് കുഞ്ഞാലിപ്പാറ എത്തിയിട്ടുണ്ട്. ഈ വീട്ടുകാർക്ക് നല്ല സുഖമല്ല ഇവിടെ. ഇവിടെ വെറുതെ ഇരിക്കായിരുന്നു. എന്താ ചിലപ്പോ കാനൊക്കെ നല്ലയാണോ? പോയത് ഇങ്ങട് ഇങ്ങട് ഇതിലേ വരെ പോയി കഴിഞ്ഞാൽ കനകമല പള്ളിയാണ്. കരിയുണ്ട് പരന്ന് പരന്ന് എന്റെ ഫോണില് സൂം ചെയ്യുമ്പോ പച്ച കളറാവോ പച്ചയിൽ പോകുമ്പോ ഇല്ല. ഇത് കരിയുണ്ട് അങ്ങനെയല്ല. അതല്ലടി ഓന്ത് ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോ നിറം മാറും. കരിയോന്തൊന്നില്ല, അത് പച്ചക്ക് പോകുമ്പോ പച്ച ഓന്താവും. എന്നിട്ട് വേണോന്ന് എന്നിട്ട് വേണോന്ന് അമ്മ അലുവേര വേണോ? അലുവേര അവിടെ എത്തിയപ്പോൾ കിട്ടിയ ഫീലിങ്സ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നമ്മളവിടെ കയറുമ്പോൾ തന്നെയുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്. ഇങ്ങനെ കുഞ്ഞാലിപ്പാറ എന്ന് പറയണ മാതിരി കുറേ കുഞ്ഞു പാറകളായിട്ട് നിരന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയം നല്ല സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നത് ഒരു 2:30-3 മണിയായപ്പോഴാണ്. ഞങ്ങൾ മഴക്കാലത്താണ് ചെന്നെങ്കിലും മഴയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ വെയിലും അധികം ഉണ്ടായിരുന്നില്ല. അല്ല നമ്മുടെ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം പൊള്ളിയാനായിട്ടാണ്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയം സൂപ്പർ സമയമായിരുന്നു. മഴയുമില്ല വെയിലുമില്ല. അപ്പം നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് പോകാൻ പറ്റിയായിരുന്നു. പിന്നെ ആൾക്കാരും കുറവായിരുന്നു കേട്ടോ ആ സമയമായതുകൊണ്ട് തന്നെ. അപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേമാതിരി കുറേ റീൽസും ഷോർട്സും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് വന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും നഷ്ടം തോന്നില്ല. പൊരി വെയിലത്ത് വരണ്ട, ഒരു വൈകുന്നേരമായിട്ട് വന്നാൽ മതി, അതായിരിക്കും നല്ലത്. പൊരി വെയിലത്ത് വന്നാൽ നമ്മുടെ കാലൊക്കെ പുള്ളിന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ വന്ന് നോക്കിയോളൂ. ഇതേമാതിരി കുറേ വീഡിയോസൊക്കെ എടുക്കാം. പൊള്ളണ സമയമാണെന്നുണ്ടെങ്കിൽ ആ പാറയമ്മ കിടക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ചൂടായിരിക്കും. ഞങ്ങൾ ചെന്നപ്പോൾ ചെറിയ മഴയും പെയ്തു, പിന്നെ മഴ പെയ്യും തോരും, അങ്ങനെയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഈ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത്ര വലിയ മഴയൊന്നും പെയ്തിരുന്നില്ല, തൂളി പോവുക അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ അതിങ്ങനെ കുറേ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട്, അതിനൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട കേട്ടോ, ചിലപ്പോൾ വലിയ കുഴികളായാലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കുഞ്ഞാലിപ്പാറയുടെ ഇതിക്കൂടെ ഇങ്ങനെ പാറയിൽ ഇങ്ങനെ കയറി പോയി കുറേ. പക്ഷേ അവസാനിക്കണില്ല കേട്ടോ. ഞങ്ങൾ കുറേ പോയി, കുറേ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. പക്ഷേ തിരിച്ചു പോരാനേ തോന്നണില്ല, അത്ര നല്ല കാറ്റും, എന്താ സുഖം അവിടെ ഇരിക്കാൻ. അയ്യോ എനിക്ക് പേടിയാവണോ. ഇങ്ങനെ പോകുമ്പോ എനിക്കൊരു പേടിയില്ലായ്മ ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് ധൈര്യം സംഭവിച്ച്. അവിടെ കുതിര ചാടും കുതിര, വെള്ളം കണ്ടാ നിക്കും കുതിര എന്ന് പറഞ്ഞ പോലെ അവിടെ നിക്കണേ.
ഞങ്ങൾ ചെന്ന് അവിടെ കുറേ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങണ സമയത്ത് ദേ ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാർ കുറേ ഫുഡൊക്കെ കൊണ്ടുവന്ന് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴിമന്തിയും പിന്നെ ചായ കുടിയും സ്നാക്സും പിന്നെ അതുകൂടാണ്ട് വേറെ പലതും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളായിട്ട് വരുന്നുണ്ട് കൂട്ടത്തിൽ. ഞങ്ങൾ ഇറങ്ങാറായപ്പോഴാണ് നല്ല തിരക്ക് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പോയ സമയം ഞങ്ങൾക്ക് നല്ല സമയമായിരുന്നു. ആ ഉച്ച സമയത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി കേട്ടോ. ഇപ്പോൾ കണ്ടോ ഓരോരുത്തരും കുറേ ആൾക്കാർ കവറിൽ ഫുഡൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. ചായയും വെള്ളവും ഒക്കെ ആയിട്ടാണ് പറഞ്ഞത്. ഞങ്ങളിതേ ഇപ്പം ഇനി ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇനി നെക്സ്റ്റ് സ്പോട്ട് പിടിക്കാൻ പോവുകയാണ്. എന്താ വ്യൂ അല്ലേ. ഞങ്ങളിതേ തിരിച്ചിറങ്ങാം കേട്ടോ. ഞങ്ങൾ മുകളിലേക്കൊക്കെ കയറി കുറേ കയറി പിന്നെ 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 പോകാൻ നിന്നില്ല. അപ്പോൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഇറങ്ങാൻ പോവാണ്. ഇനി ഞങ്ങളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ്, ഒരു ഹിഡൻ സ്പോട്ട്. എല്ലാവരെയും കുപ്പിയും കൊണ്ടുവരണ. ഓഫ് എന്താ വൈബ്. നല്ല മഴ വൈബ് ആസ്വദിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു മന്തിയൊക്കെ കൊണ്ട് നല്ല മഴയാണ്. നമുക്ക് പോയി മന്തി വാങ്ങിച്ച് വന്ന് കഴിച്ചാലോടെ. കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവർക്ക് നല്ല രസമായിട്ട് ഓടിക്കളിക്കാനും എന്തായാലും ആ കണ്ണിന് കിട്ടണ ആ വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. അത് നമ്മുടെ ചാറ്റിലമ്പാടത്തും അതെ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ പോയിട്ടില്ലാത്തവരൊക്കെ കൊടകരക്കാർക്ക് എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഈ വഴിക്കോട് പോയിട്ട് ഇതേ ഇതിൽ ഞങ്ങൾ പോയത്. അങ്ങനെ കുറേ വഴികളുണ്ട്. ആ വീടുകളുടെ സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ ബാക്കിലേക്ക് പോവുക. ആ കുറേ വഴികളുണ്ട്. ഞങ്ങൾ പോയ സ്പോട്ട് ദേ ഈ പശുത്തൊഴുത്തിൻ്റെ അടുത്തുള്ള സ്ലാബാണ്. പശുത്തൊഴുത്ത് നോക്കിയാൽ മതി. അമ്മുമ്മയുടെ ആ അതെ ഇവിടെയൊക്കെ പോവാട്ടോ. ഇതിൽ കൂടെ ഒക്കെ പോവാണ്ടേ മല. നമ്മൾ കാറിട്ടത് ആറ്റത്താ. അപ്പൊ കാർ എടുക്കാൻ വേണ്ടി പോവാണ്. ദേ പിള്ളേരൊക്കെ പോയി. ഞങ്ങളിനി തന്നെ വരണം. കാറൊക്കെ ഉണ്ടാക്കി വെച്ച് വരച്ച് ഇനി വെള്ളമൊക്കെ ഇവിടെ തങ്ങി കഴിഞ്ഞാൽ നല്ല വൈബാണ്. വെള്ളമാകുമ്പോ വെള്ളം കയറും. ഭാഗ്യമില്ല നമുക്ക്. മഴയില്ല അത് ഭാഗ്യായി. പക്ഷെ നല്ല മഴയും കിട്ടി. അതെ ഒരു ചാറ്റൽ മഴ വൈബ് മഴ കിട്ടി. പിള്ളേരുള്ളതാ മഴ പെയ്താ പ്രശ്ന. ഇപ്പൊ പനി മാറിയുള്ളൂ. ഒരു കുപ്പി മരുന്നാ ഹോസ്പിറ്റലിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ തന്നെ വരുന്നതാണ്. ഞങ്ങള് കുഴിമന്തി മേടിക്കാം. കുഴിമന്തി പക്ഷെ ലാഭല്ല. ചോറ് ശരിയാ, കുഴിമന്തി അവിടെ പോയിരുന്ന് കഴിക്കാം. നല്ലത് ചിക്കൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചാലും ചോറ് ഇഷ്ടം പോലെ കഴിക്കാം. നമുക്ക് 2-3 പപ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പപ്സ് ആവുമ്പോ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അവിടെ എന്തെങ്കിലും മേടിക്കാം നമുക്ക്. കാവ്യനൊക്കെ വിളിച്ചിട്ട് വേണം മന്തി വാങ്ങിച്ച് ഒരു പപ്സ് എക്സ്ട്രാ. ചായ ഫ്ലാസ്ക് ഞാൻ കൊണ്ടുവരാം. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. ചോറും മീൻകറി ഉണ്ടാക്കണോ? ചോറും മീൻകറി അടിപൊളി. അതേ അവിടെ ആൾക്കാരെ കൊണ്ടൊക്കെ നമ്മള് പോയ സ്ഥലം ഇതിൽ കൂടെ പോലെ വേറെ ഓപ്പോസിറ്റ് റോഡ് ഉണ്ട് കേട്ടാ. ആ മല ചുറ്റിയൊരു റോഡുണ്ട്. ആ മലയിന്ന് വെള്ളം ഒലിച്ച് വന്ന് ഇവിടെ വരാം. എന്തത് എന്താ മോനെ സ്ലോ മോഷൻ? അച്ചോ എന്റെ മോൻ, എന്റെ ആദ്യത്തെ മോനെ. അവനെ അവളെന്നിട്ട് കാണിക്കണേ. തോർത്ത് മുണ്ട്. ഈ കാട്ടിലെവിടെയോ ക്യാമറ. ഡ്രാഗൺ ഫ്രൂട്ട് എവിടെ? ഓ മണിക്കുട്ടി
അശോകത്തിന്റെ പൂ മണിക്കുട്ടിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പൂവാണ്. ഇഷ്ടമല്ല ദേ ഇവിടെ നിക്കണ്ടല്ലോ രുദ്രകാന്തി ഉണ്ടാക്കാൻ പറ്റിയ പൂക്കളെ ഇവിടെ നിക്കണ്ട കേട്ടോ മണിക്കുട്ടി. കുറച്ച് നിക്കണ്ട്. ഇതും പൊട്ടിക്കണെങ്കിൽ പാടല്ലേ. പ്രേത വീട് കണ്ട പ്രേത വീട് അതെടി പ്രേതണ്ട്. അയ്യോ ചെരുപ്പ അത് പ്രേതത്തിന്റെ ആയിരിക്കും കണ്ട ചെരുപ്പുണ്ട്. ശരിക്കും ഈ പ്രേത വീടിന്റെ ഒരു ഇതുണ്ടല്ലേ നോക്കിയേ. പ്രേത വീടത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടാ. ഒരു അതല്ലടി വീഡിയോയിൽ കാണുമ്പോ മീനാക്ഷി നിന്റെ പേത്തേക്ക് വെള്ളം നിറച്ചാ. അയ്യേ അയ്യോ ഞാൻ ഇറങ്ങ്. ആ മറ്റേ സ്ക്യൂട്ട് ഗെയിം ആയി ആദ്യ സ്ക്യൂട്ട് ഗെയിം എനിക്ക് ഓർമ്മ വരും. ആ മറ്റേ മറ്റേ ആ ഇതില് ഇത് എടുക്കാടി. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടേക്ക് വരികയാണ്. ഒരു കുഞ്ഞു വഴി കൂടെയാണ് പോണത് കേട്ടോ. അപ്പോഴേ നമ്മൾ അടുത്ത ഹിഡൻ സ്പോട്ടിലേക്കാണ് പോണത്. ഇതൊരു അഡ്വഞ്ചറസ് ഡേഞ്ചറസ് സ്പോട്ട് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്കത് കാണിക്കാം കേട്ടോ. ഇത് ഇപ്പോൾ ലോങ് വീഡിയോ ആയി മാറും. അപ്പോൾ അതുകൊണ്ട് ഇനി നെക്സ്റ്റ് വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നോളൂ. അപ്പോൾ നമ്മുടെ ഒരു അഡ്വഞ്ചറസ് വെള്ളച്ചാട്ടം കാണാൻ പോവാം. കാട്ടിലൂടെ കുറേയേറെ സഞ്ചരിച്ച് വേണം നമുക്ക് ആ വെള്ളച്ചാട്ടിലെത്താൻ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അഡ്വഞ്ചറസ് ഹിഡൻ സ്പോട്ട്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. കാട് കൊടുങ്കാട്. ഈ ചക്കര എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്?